നമസ്കാരം. ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്വാതി. ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുകുല ഭാരതത്തിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഭാഗത്തു നിന്ന് പൊതുവിജ്ഞാന വിഭാഗത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം നമ്പർ 1. ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ചോദ്യം നമ്പർ 2. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം നമ്പർ 3. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ചോദ്യം നമ്പർ 4. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച ആദ്യ രാജ്യം. ഉത്തരം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 5. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഉത്തരം കോക്സ് ബസാർ. ചോദ്യം നമ്പർ 6. കോക്സ് ബസാർ ഏത് രാജ്യത്താണുള്ളത്? ഉത്തരം ബംഗ്ലാദേശ്. ചോദ്യം നമ്പർ 7. ദാരി ഏതു രാജ്യത്തെ പ്രധാന ഭാഷയാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം നമ്പർ 8. ഏത് രാജ്യത്തെ ജനതയാണ് പഷ്തൂണുകൾ? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം നമ്പർ 9. മൈത്രി എക്സ്പ്രസ് ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു? ഉത്തരം ബംഗ്ലാദേശ്. ചോദ്യം നമ്പർ 10. ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് ഷോങ്ഡു? ഉത്തരം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 11. ബാമിയാൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം നമ്പർ 12. സോങ്ഖ ഭാഷ പ്രചാരത്തിലുള്ള രാജ്യം. ഉത്തരം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 13. ഗുൽട്രം ഏത് രാജ്യത്തെ നാണയമാണ്? ഉത്തരം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 14. ചുക്ക ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്താണ്? ഉത്തരം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 15. ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ് സഹീർ ഷാ? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം നമ്പർ 16. റാമിന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം റാൻഡം ആക്സസ് മെമ്മറി. ചോദ്യം നമ്പർ 17. USB-യുടെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ്. ചോദ്യം നമ്പർ 18. റോം അഥവാ ROM-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം റീഡ് ഒൺലി മെമ്മറി. ചോദ്യം നമ്പർ 19. മാൻ അഥവാ MAN-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ചോദ്യം നമ്പർ 20. സിം അഥവാ SIM-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ. ചോദ്യം നമ്പർ 21. ബേസിക് അഥവാ BASIC ബേസിക്കിന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ചോദ്യം നമ്പർ 22. LAN അഥവാ LAN-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ചോദ്യം നമ്പർ 23. WAN അഥവാ WAN-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ചോദ്യം നമ്പർ 24. യൂണിവാക് അഥവാ UNIVAC-യുടെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ചോദ്യം നമ്പർ 25. ബയോസ് അഥവാ BIOS-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ചോദ്യം നമ്പർ 26. MIPS-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം മില്യൺ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ചോദ്യം നമ്പർ 27. MBPS-ന്റെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്. ചോദ്യം നമ്പർ 28. IP-യുടെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ചോദ്യം നമ്പർ 29. ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്ന ആസിഡ്? ഉത്തരം ഓക്സാലിക് ആസിഡ്. ചോദ്യം നമ്പർ 30. അടയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്? ഉത്തരം ഗാലിക് ആസിഡ്. ചോദ്യം നമ്പർ 31. പഴുക്കാത്ത ആപ്പിളുകളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്? ഉത്തരം മാലിക് ആസിഡ്. ചോദ്യം നമ്പർ 32. കോളകൾ പോലുള്ള ലഘുപാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം ഫോസ്ഫോറിക് ആസിഡ്. ചോദ്യം നമ്പർ 33. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗോദാവരി. ചോദ്യം നമ്പർ 34.
ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത്? ഉത്തരം പമ്പ. ചോദ്യം നമ്പർ 35. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത്? ഉത്തരം ജോസഫ് പ്രീസ്ലി. ചോദ്യം നമ്പർ 36. മരീചികയ്ക്കു കാരണമായ പ്രകാശ പ്രതിഭാസം? ഉത്തരം അപവർത്തനം. ചോദ്യം നമ്പർ 37. സമുദ്രജലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന രാജ്യം? ഉത്തരം സൗദി അറേബ്യ. ചോദ്യം നമ്പർ 38. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര്? ഉത്തരം മാർട്ടിൻ കൂപ്പർ. ചോദ്യം നമ്പർ 39. സൗരയൂഥ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ? ഉത്തരം യുറാനസ്, നെപ്റ്റ്യൂൺ. ചോദ്യം നമ്പർ 40. ഹാലിയുടെ വാൽ നക്ഷത്രം കണ്ടെത്തിയതെന്നാണ്? ഉത്തരം 1682. ചോദ്യം നമ്പർ 41. സ്നേഹദേവത എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. ചോദ്യം നമ്പർ 42. വളരെ കൂടുതൽ ആയുസ്സുള്ള കണമേത്? ഉത്തരം പ്രോട്ടോൺ. ചോദ്യം നമ്പർ 43. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായതെന്ന്? ഉത്തരം 1957. ചോദ്യം നമ്പർ 44. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഫാത്തോമീറ്റർ. ചോദ്യം നമ്പർ 45. റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെയിംസ് ഹാരിസ്. ചോദ്യം നമ്പർ 46. ഗാർഹികാവശ്യത്തിനുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്ര? ഉത്തരം 220 വോൾട്ട്. ചോദ്യം നമ്പർ 47. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലമുണ്ടാകുന്ന വാതകം? ഉത്തരം കാർബൺ മോണോക്സൈഡ്. ചോദ്യം നമ്പർ 48. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം? ഉത്തരം ഭരതനാട്യം. ചോദ്യം നമ്പർ 49. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി? ഉത്തരം അഭിലാഷ് ടോമി. ചോദ്യം നമ്പർ 50. ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.